മനസ്സിൽ വേറൊരാൾ ഉണ്ടെങ്കിൽ ആ ഇതിൽ വരണ്ട. തീർച്ചയായും എന്നെ ഉൾക്കൊള്ളാൻ പൂർണ്ണ മനസ്സോട് വരുന്ന ഏതെങ്കിലും നല്ല പെണ്ണ്. തീർച്ചയായും ആൻ്റണി ഉദ്ദേശിച്ചതാണ്. മനസ്സിൽ വേറൊരാളെ വെച്ചുകൊണ്ട് വരുന്ന ആളെ നമുക്ക് വേണ്ട. അതായത് വേറൊരാളോട് നിങ്ങൾക്ക് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ തന്നെ ജീവിക്കണം. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിൽ ശക്തികുളങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്നത് ആൻ്റണീനെ കാണാനാണ്. ആൻ്റണിക്ക് പറ്റിയ നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം. ആൻ്റണിക്കിപ്പോൾ 38 വയസ്സാണ്. അതായത് ഉയരം കുറച്ച് കുറവുണ്ട്. ഉയരം 4.5 അടിയാണുള്ളത്. അതായത് 136 സെൻറ്റിമീറ്റർ കേട്ടോ. ആൻ്റണി വിവാഹം കഴിച്ചിരുന്നു. ആ ഭാര്യ മറ്റൊരാളുടെ കൂടെ പോയതാണ്. 1 മാസത്തിന് ശേഷം സ്നേഹിച്ച ഒരാളുടെ കൂടെ പോയതാണ്. അപ്പോൾ അതിനുശേഷം ആലോചനകൾ നമ്മൾ പല വഴിക്ക് നോക്കിയെങ്കിലും അനുയോജ്യമായതൊന്നും വന്നില്ല. അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ലൊരു വധുവിനെ കണ്ടെത്തണം. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ. നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. കാണുന്നതാണ് ആൻ്റണീൻ്റെ വീട്. ഇവിടെ പപ്പായും മമ്മായും ആൻ്റണിയും ആണുള്ളത്. മറ്റ് സഹോദരങ്ങളൊക്കെ വേറെ വീടെടുത്ത് മാറി. ഇത് ആൻ്റണീൻ്റെ സ്വന്തം വീടാണ് കേട്ടോ. ഈ കാണുന്നതാണ് ആൻ്റണി. ആൻ്റണി, എന്തൊക്കെ വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. 4.5 അടിയാണ് ഉയരമുള്ളത് അല്ലേ ആൻ്റണി? ആണ്. അതെ, 136 സെൻറ്റിമീറ്റർ അല്ലേ? ആൻ്റണീൻ്റെ അമ്മയാണ്. അമ്മേൻ്റെ പേരെന്താ? ഷേളി. ഷേളി അല്ലേ? പപ്പാടെ പേര് അലോഷി. ആൻ്റണി അലോഷി എന്നാണ് പേര് അല്ലേ? ആന്ന് മോനെ. നല്ലൊരു പങ്കുവച്ചിനെ കണ്ടെത്തണല്ലേ നമുക്ക്. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ ഒരു മകളെ നമുക്ക് ആവശ്യമുണ്ട്. ആൻ്റണിക്ക് ഇപ്പോൾ എത്ര വയസ്സായി? 38 വയസ്സ്. 38. അപ്പോൾ ഗൾഫിലായിരുന്നു കുറച്ച് കാലം അല്ലേ? അവിടെ ലേബർ സപ്ലൈ കമ്പനി കാര്യങ്ങളൊക്കെ ആയിരുന്നു. കൊറോണയ്ക്ക് ശേഷം നാട്ടിൽ സെറ്റിലായി. ഇപ്പം എന്താ പരിപാടി? ഇപ്പം ഹാർബറിൽ ബോട്ട് ഫിഷിംഗ്. സ്വന്തം ബോട്ടുണ്ട്. അപ്പോൾ അതിൽ മീൻ പിടിക്കാൻ വിടുക, ബോട്ട് വിടുക അല്ലേ? അപ്പോൾ അതിൻ്റെ പണിക്കാരൊക്കെ സ്റ്റാഫുണ്ട്. തമിഴ്നാട് കുളച്ച അവര് മീൻ പിടിക്കാൻ പോകും, മീൻ കൊണ്ടുവരും, നമ്മൾ വിറ്റ് അവർക്ക് അവരുടേതായ വീതം കൊടുക്കും. അതെ. അപ്പോൾ അല്ലാതെ ആ ബോട്ടിൽ വേറെ ചരക്ക് കാര്യങ്ങൾ അങ്ങനെ എന്താ ഉണ്ടോ? ചരക്ക് അവർ കൊണ്ടുവരും, എല്ലാ ചരക്കും കൊണ്ടുവരും. അതെ, കണവ, കൊഞ്ച്, മീൻ എല്ലാം കൊണ്ടുവരും. അത് നമ്മൾ ഇവിടെ ഹാർബറിൽ വിറ്റ് ബിസിനസ്. ഇത് ശക്തികുളങ്ങര ഹാർബർ അല്ലേ? കൊല്ലം ശക്തികുളങ്ങര ഹാർബർ. ശക്തികുളം ഹാർബറും നീണ്ടകരയുണ്ട്. നിങ്ങൾ എത്ര മക്കളാ? 3 മക്കൾ. 3 ആൺകുട്ടികളാണ് അല്ലേ? അപ്പം 3 ആൾക്കും ബോട്ടിൻ്റെ പരിപാടിയാണ് അല്ലേ? അച്ഛൻ എന്താ ചെയ്യുന്നത്? അപ്പൻ ഫിഷിങ്ങിൻ്റെ പണി, വഞ്ചിയിൽ ഉള്ള പണി. അതെ. നിങ്ങൾ LC ആണല്ലേ? ലാറ്റിൻ കാത്തലിക് ക്രിസ്ത്യൻ. നമ്മൾ ബന്ധക്കോസ്ത ഒഴിച്ച് ബാക്കി ഏതും നോക്കും. ക്രിസ്ത്യനുള്ള വേറെ ഏത് വിഭാഗവും കുഴപ്പമില്ല. ഹിന്ദു ആയാലും കുഴപ്പമില്ല അല്ലേ? അതെ. അപ്പോൾ ആദ്യ വിവാഹത്തിൻ്റെ നമ്മൾ പറഞ്ഞു, അത് നിയമപരമായിട്ടൊക്കെ ഡിവോഴ്സ് ആയതാണ്. വെറും 1 മാസമാണ് അത് നിന്നത് അല്ലേ? അത് ഇപ്പോൾ സ്നേഹിച്ച ഒരാളുടെ കൂടെ പോയതാണ്. അതിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല, കാരണം അവർ ഒരു ഫാമിലി ആയിട്ട് ജീവിക്കുന്നതാണ്. നമ്മളിതിൽ അത് എടുത്തു പറയാൻ കാരണം, ഡിവോഴ്സ്ഡ് ആണ് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് എന്താണ് അതിൻ്റെ കാരണം എന്നറിയാനുള്ളൊരിതുണ്ടാവും. എന്തോ ഒരു പ്രശ്നം കൊണ്ടായിരിക്കും ഡിവോഴ്സ് ആയത് എന്നുള്ളൊരു ചിന്ത വരും. ഇത് അങ്ങനെ പോയതാണ് എന്ന് പറയുമ്പോൾ അത് ക്ലിയറാണ്. ഇപ്പം നമ്മുടെ ഒരു കുഴപ്പം കൊണ്ടോ അല്ല, സ്നേഹിച്ച ഒരാളുടെ കൂടെ പോയതാണ്. അപ്പോൾ അതാണ് ഡിവോഴ്സിൻ്റെ കാരണം കേട്ടോ. അതിനുശേഷം അങ്ങനെ ഡിവോഴ്സ് ആയതാണ്. അപ്പോൾ അതിൽ വേറൊന്നും പറയാനില്ല. പിന്നെ നമുക്ക് ഡിവോഴ്സ് ആയതും അല്ലെ ഭർത്താവ് മരിച്ചതുമായ ആലോചനയൊക്കെ സ്വീകരിച്ചൂടെ? മക്കളില്ലാത്ത, അബാധ്യത ഒന്നും ഇല്ലാത്ത, മക്കളില്ലാത്ത അങ്ങനെയുള്ള ആലോചന നമുക്ക് സ്വീകരിക്കാം. ആൻ്റണി, നമുക്ക് ജില്ലയൊന്നും പ്രശ്നമില്ലല്ലോ? ഇല്ല, പ്രശ്നമില്ല. ഏത് ജില്ലയിലുള്ള ആലോചനയും നമ്മൾ സ്വീകരിക്കും അല്ലേ? നമുക്ക് ഒരു എത്ര വയസ്സ് വരെയുള്ള ആലോചനകൾ നോക്കാം? നമുക്ക് 25 വയസ്സ് തൊട്ട് ഒരു 35 വയസ്സ് വരെ. 35ൻ്റെ ഉള്ളിലുള്ള, അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർക്ക് നമുക്ക് നോക്കാം. അതെ. ആൻ്റണി എത്ര വരെയാണ് പഠിച്ചത്? ഞാൻ 10ാം ക്ലാസ്, 10th. അതിനുശേഷം പിന്നെ പോയില്ല അല്ലേ? വണ്ടിയൊക്കെ ഓടിക്കാറുണ്ടോ? 2 വീലർ ഓടിക്കും. അതെ. അപ്പോൾ വീട്ടിലേക്ക് 2 വീലറാണ് ഇപ്പോൾ എത്തത്തുള്ളൂ അല്ലേ? അതെ. ആൻ്റണി, എങ്ങനെയുള്ള പെൺകുട്ടീനെ വേണ്ടത്? മനസ്സിൽ വേറൊരാൾ ഉണ്ടെങ്കിൽ ആ ഇതിൽ വരണ്ട. തീർച്ചയായും. എന്നെ ഉൾക്കൊള്ളാൻ പൂർണ്ണ മനസ്സോട് വരുന്ന ഏതെങ്കിലും നല്ല പെണ്ണ്. തീർച്ചയായും ആൻ്റണി ഉദ്ദേശിച്ചതാണ്. മനസ്സിൽ വേറൊരാളെ വെച്ചുകൊണ്ട് വരുന്ന ആളെ നമുക്ക് വേണ്ട. അതായത് വേറൊരാളോട് നിങ്ങൾക്ക് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ തന്നെ ജീവിക്കണം.
ഒരാളോട് സ്നേഹിക്കുകയും വേറെ ആളുടെ കൂടെ ജീവിക്കുകയും ചെയ്യുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, മാനസിക വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഭാര്യ നമ്മളെ മാത്രം സ്നേഹിക്കണം എന്നാണ് എല്ലാ ഭർത്താക്കന്മാരും ആഗ്രഹിക്കുക. അപ്പോൾ അതേപോലെയുള്ള ഭർത്താവിനെ സ്നേഹിക്കുന്ന, ആൻ്റണീനെ മനസ്സിലാക്കുന്ന അങ്ങനെയുള്ളൊരു പാർട്ട്ണറേ വേണ്ടുള്ളൂ. ഒരു ജീവിതം, ഒരു ലൈഫ് അങ്ങനെയായി. അപ്പോൾ അതിനുശേഷം ഒരുപാട് വിഷമതകളിലൂടെയൊക്കെ ആ ഒരു മാനസികാവസ്ഥ ഭയങ്കരമാണ്. കല്യാണം കഴിഞ്ഞൊരു മാസം കൊണ്ട് അങ്ങനെ സംഭവിക്കുക എന്ന് പറയുമ്പോൾ ഇനി അങ്ങനെയൊന്നും സംഭവിക്കരുത്. ഇനി വരുന്ന ഒരു പെൺകുട്ടി തീർച്ചയായിട്ടും നല്ലൊരു മരണം വരെ നിൽക്കുന്ന ഒരാൾ തന്നെയാവണം. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ തുറന്നൊരു വീഡിയോ എടുക്കുന്നത്. എല്ലാം മനസ്സിലാക്കി വരുന്ന ആളെ നമുക്ക് വേണ്ടുള്ളൂ, അല്ലാത്ത ആരെയും നമുക്ക് ആവശ്യമില്ല. എവിടെയാണെങ്കിലും കാര്യങ്ങൾ ഉൾക്കൊണ്ട് മനസ്സിലാക്കി വരുന്ന ഒരാളെ കണ്ടെത്തുക എന്നുള്ളതാണ്. എത്രയും പെട്ടെന്ന് നിങ്ങൾ അങ്ങനെ ഒരാൾ വരട്ടെ അല്ലേ? അത്രേ നമുക്ക് പറയാനുള്ളൂ. ഇപ്പോൾ ആൻ്റണീൻ്റെ ഉയരം നമ്മൾ പറഞ്ഞല്ലോ 4 അല്ലേ? നമുക്ക് ആൻ്റണീൻ്റെ അതേ ഉയരം ഉള്ളതാണോ, അല്ലെങ്കിൽ നമുക്ക് 1 ഇഞ്ച് കൂടിയാലും കുഴപ്പമില്ല, ഒരു 5 അടി ആയാലും കുഴപ്പമില്ല. അതെ, 5 അടിയിലെ 4.5 തന്നെയാണെങ്കിലും ഓക്കെ ആണ് അല്ലേ? സെയിം ഹൈറ്റോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഉയരത്തിലുള്ള ഒരു ആലോചന ആയിരിക്കണം. പിന്നെ വേറെ കാര്യങ്ങളൊന്നുമില്ല, ഫിനാൻഷ്യലി അങ്ങനെ ബുദ്ധിമുട്ടും കാര്യമൊന്നും ഇല്ലല്ലോ. നമുക്ക് വർക്കൊക്കെ നടക്കുന്നില്ലേ? നടക്കുന്നു, ജോലി കാര്യമെല്ലാം ഉണ്ട്. അതെ, അപ്പോൾ സാമ്പത്തികമായിട്ട് അങ്ങനെ ബുദ്ധിമുട്ടും കാര്യമൊന്നും ഇല്ല. ഓരോതായ നല്ല എന്നുവെച്ചാൽ ഹൈ ലെവൽ റിച്ച് എന്നല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് പട്ടിണി ഇല്ലാണ്ട് ഹാപ്പി ആയിട്ട് നമ്മളെ കാര്യങ്ങളെല്ലാം നോക്കി സന്തോഷമായിട്ട് ജീവിക്കാം അല്ലേ? അതെ, അതാണ്. അപ്പോൾ അങ്ങനെയുള്ള നല്ലൊരു ആലോചന വരട്ടെ. അപ്പോൾ വേറെന്താ പറയാനുണ്ട് ആൻ്റണി? ഇല്ല, ഒന്നുമില്ല. അതെ. അപ്പോൾ നല്ലൊരു ആലോചന നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ആൻ്റണി അമ്മയും കാര്യങ്ങൾ നല്ല വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത്രയും നമുക്ക് പറയാനുള്ളൂ. ആൻ്റണീൻ്റെ ഉയരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഉയരം കുറവ് എന്നുള്ളൊരു കാര്യം മാത്രമാണ്. അപ്പോൾ നമ്മളിപ്പോൾ വിവാഹത്തിൻ്റെ കാര്യം നോക്കുമ്പോൾ ഉയരം കുറവ് എന്നുള്ളൊരു വിഷയം മാത്രമേ ആൻ്റണിക്കുള്ളൂ. പിന്നെ ആൾ സ്മാർട്ടാണ്, ബൈക്ക് ഒക്കെ ഓടിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ സ്വന്തമായിട്ട് ബോട്ടുണ്ട്. ഇവിടെ ആരെക്കുറിച്ച് ആൻ്റണീനെ കുറിച്ച് തിരക്കിയാലും പറയും. ഇവിടുത്തെ വീട്ടുപേരെന്താ? കുറുമുളത്തോം എന്ന് പറഞ്ഞാൽ അല്ലേ? അതെ, ആൻ്റണി അലോഷ്യസ് എന്നാണ് ഒറിജിനൽ പേര്, ഫുൾ നെയിം കേട്ടോ. അപ്പോൾ ചോദിച്ചാൽ ആർക്കും പറഞ്ഞു തരും. അപ്പോൾ അത്രയും സുതാര്യമാണ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് അന്വേഷിക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യാം. അടുത്തുനിന്ന് തന്നെ ഒരാലോചന വന്ന് അത്രയും സന്തോഷം. ഇനിയിപ്പം കുറച്ച് ദൂരെയാണെങ്കിലൊന്നും നമുക്ക് വിഷയമില്ല. ആൻ്റണീനെ മനസ്സിലാക്കുന്ന നല്ലൊരു പാർട്ട്ണറാവുക എന്നുള്ളത് തന്നെയാണ് പ്രധാന കാര്യം കേട്ടോ. അപ്പോൾ ജീവിതത്തിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ നമുക്ക് മറക്കാൻ, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള ലൈഫ് ആൻ്റണിക്ക് ഉണ്ടാവട്ടെ. അമ്മയും വീട്ടുകാരൊക്കെ അത്രയും ആഗ്രഹിക്കുന്നുണ്ടത്. ആൻ്റണീൻ്റെ ഫോണിൽ ഞാൻ കണ്ട ഏകദേശം 30ഓളം ബ്രോക്കർമാരുടെ കോണ്ടാക്ട്സ് ആണുള്ളത്. പലരും കല്യാണത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് വന്ന് ഒന്നും നടക്കാതെ അങ്ങനെ ലേറ്റ് ആയതാണ്. നമ്മളിങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ്. നമ്മളും ഇതേപോലെ വന്ന് വീഡിയോ എടുത്ത് പോയി ഒരു കല്യാണം റെഡിയായില്ല എന്നുള്ളൊരു വിഷമം ഉണ്ടാവരുത്. വന്ന് വീഡിയോ എടുത്ത് എൻ്റെ കല്യാണം നടന്ന് എന്ന് ആൻ്റണി പറയണം. അതിന് നിങ്ങൾ കൂടെ നിൽക്കണം. മാക്സിമം അങ്ങനെയുള്ള പാവപ്പെട്ട വീട്ടിലെ മക്കളൊന്നും നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവർ ആൻ്റണിയെ സ്നേഹിക്കണം, ആത്മാർത്ഥത കാണിക്കണം സ്നേഹത്തിൽ. അത് മാത്രമാണ്. പൈസ, ഇനിയിപ്പോൾ പൈസക്കാരായാലും കുഴപ്പമില്ല, അതൊന്നും കുഴപ്പമില്ല. മനസ്സിലൊരു ഹൃദയം ഉണ്ടാവണം. എൻ്റെ ഭർത്താവ് അങ്ങനെ ഒരു സ്നേഹനിധിയായിട്ടുള്ള ഒരാളാവണം എന്നുള്ളതാണ്. വേറൊന്നിനൂടെ പ്രസക്തിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ എത്രയും പെട്ടെന്ന് വരട്ടെ. നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ.